ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, আজকে রাত্রে আমি আপনাকে জিজ্ঞাসা করছি, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് আপনি নিজের জন্য কিছু করুন, ഏറ്റവും വലുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കായി ചെയ്യുവിൻ. তাহলে আপনার জন্য এইটাই আপনার সর্বশ্রেষ্ঠ কাজ হবে. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? জানেন এটা কি? നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. আমি আপনাকে অনুরোধ করছি, আপনার জীবনে যতজন আপনাকে আঘাত করেছে তাদের সবাইকে ক্ষমা করে দিন. നിങ്ങൾക്ക് ആരോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും, ആര് നിങ്ങളെ നീരസപ്പെടുത്തിയാലും, আমি আপনাকে চিন্তা করতে বলি, যার প্রতি আপনার রাগ রয়েছে, നിങ്ങൾക്ക് ആരോട് കയ്പ് যে തോന്നിയാലും কেউ আপনাকে দুঃখ দিয়েছে, അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ কারো അപേക്ഷിക്കുന്നു. প্রতি যদি আপনার তিক্ত শব্দ রয়েছে, അവർക്ക് നിങ്ങൾ പരിപൂർണമായി മാപ്പ് കൊടുക്കണം എന്ന് ഞാൻ আমি അപേക്ഷിക്കുന്നു. চাই তাদেরকে আপনি সম্পূর্ণরূপে পরিপূর্ণরূপে ক্ষমা করে দিন. കാരണം നിങ്ങൾ മാപ്പ് കൊടുക്കുമ്പോൾ যখন আপনি অন্যকে ক্ষমা করেন, അവരോട് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളോടായിരിക്കും കൂടുതൽ നന്മ ചെയ്യുന്നത്. তখন আপনি অন্যের জন্য কম কিন্তু নিজের জন্য বেশি কাজ করেন. നിങ്ങളോട് സഹായം ചെയ്യൂ, മാപ്പ് കൊടുക്കൂ. নিজের প্রতি একটি কার্য করো, অন্যকে ক্ষমা করো. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ കഠിനമായി തോന്നാനുള്ള ഒരു കാരണം, জানেন ক্ষমা করা কেন আমাদের জন্য কঠিন? ഒരു യോഗ്യതയുമില്ലാത്ത ആർക്കോ സഹായം ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നു എന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. আমরা মনে করি আমরা এমন লোকের জন্য কিছু করছি যে সেটা পাওয়ার যোগ্য নয়. നീ എന്നെ വേദനിപ്പിച്ചു, എന്നോട് മോശമായി പെരുമാറി, ഞാൻ എന്തിനു നിനക്ക് മാപ്പ് যদি തരണം? আমাকে ক্ষতি করে থাকেন, আমি কেন আপনাকে ক্ষমা করব? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ ചെറുപ്പകാലത്ത് മുഴുവൻ എന്റെ അച്ഛൻ എന്നെ ദുഷിപ്പിച്ചു എന്നുള്ള আমি കാര്യം. আপনাদের বলেছি গতকাল রাত্রে আমার বাবা ছোটবেলায় কত আমাকে নির্যাতন করেছেন. എന്റെ അമ്മ അതിനെതിര് പറഞ്ഞില്ല, അദ്ദേഹത്തെ തടഞ്ഞതും ഇല്ല. আমার মা জানতেন এটা, কিন্তু আমার মা কোনো বাধা দেননি. അവർക്ക് ഭർത്താവിനെ আমার ഭയമായി. বাবাকে তিনি ভয় পেতেন. ഞാൻ അവരെ আমি കുറ്റപ്പെടുത്തുന്നില്ല. তাকে দোষারোপ করছি না. ആ ഒരു സംഭവത്തിൽ എനിക്ക് അച്ഛനോട് മാത്രമല്ല അമ്മയോടും വളരെയധികം കയ്പ് തോന്നി. আর তাই আমার বাবার প্রতি কেবল নয়, কিন্তু মায়ের প্রতিও আমার হৃদয় তিক্ত ছিল. അച്ഛൻ എന്നെ ചീത്തയാക്കി, അമ്മ എന്നെ കൈവെടിഞ്ഞു. তিনি আমাকে নির্যাতন করেছিলেন, কিন্তু আমার মা আমাকে ত্যাগ করেছিলেন. അതെന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും আর ഉണ്ടാക്കി. তাই আমার জীবনে আমি অনেক সমস্যার সম্মুখীন হয়েছি. എത്രയോ വർഷം ഞാൻ കയ്പോടെ ജീവിക്കുകയുണ്ടായി. অনেক বছর আমার জীবন তিক্ততায় পরিপূর্ণ ছিল. നമ്മുടെ ഹൃദയത്തിൽ കയ്പ് തോന്നുമ്പോഴെല്ലാം അത് ഏതെങ്കിലും വിധത്തിൽ പുറത്ത് আর ദൃശ്യമാണ്. জানেন, যখন ভেতরে তিক্ততা থাকে তখন কোনো না কোনো ভাবে সেটা প্রকাশিত হয়ে যায়. എന്നിട്ടത് ആരോടെങ്കിലും കാണിക്കും. কারো না কারো প্রতি সেটা আপনি প্রকাশ করবেন. നിങ്ങൾക്ക് ദേഷ്യമുള്ളപ്പോൾ যদি আপনি রেগে আছেন നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ദേഷ്യം അടിഞ്ഞുകൂടും. আর আপনার অন্তরে অভ্যন্তরে সেই রাগটা যদি বাসা বেঁধেছে, 10 വർഷം മുൻപ് നിങ്ങളെ വേദനിപ്പിച്ചവരോടും ദേഷ്യപ്പെടും. যদি 10 বছর আগেও কেউ আপনাকে আঘাত করেছে তার প্রতি সেই ক্রোধ, അത് നിങ്ങളിൽ അടിഞ്ഞു കിടക്കുമ്പോൾ যদি সেটা আপনার ভেতরে আছে, അത് മറ്റാരുടെ മേലെങ്കിലും കാണിക്കാൻ തോന്നും. তখন কারো না কারো আমি সেই রাগদর থেকে সেটা বেরিয়ে আসবে. എന്റെ മാതാപിതാക്കളോട് ഹൃദയത്തിന്റെ ആഴത്തിൽ കോപമുണ്ടായിരുന്നുകൊണ്ട് যাই আমার মা বাবার প্রতি যেহেতু আমি খুব ক্রুদ্ধ ছিলাম, ഞാനത് എന്റെ ഭർത്താവിനോട് കാണിച്ചു. আমি সেই রাগটা আমার স্বামীর প্রতি প্রকাশ করেছি. ഞാൻ വേഗം ദേഷ്യപ്പെടും, പെട്ടെന്ന് കലി കയറും. আমি রাগতাম খুব সহজে, അവരോട് ക്ഷമിക്കാൻ എനിക്ക് കഠിനമായിരുന്നു, കാരണം അവരെന്നെ വല്ലാതെ আর വേദനിപ്പിച്ചു. আমি তাদের ক্ষমা করতে পারতাম না, কারণ তারা খুব আমার ক্ষতি করেছে. അത് മാത്രമല്ല, അവരൊരിക്കലും എന്നോട് സോറി എന്ന് এবং പറഞ്ഞിരുന്നില്ല. তারপরেও কিনা তারা কোনোদিন আমার কাছে এসে দুঃখ প্রকাশ করেনি. തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ തയ്യാറല്ലാത്തവരോട് ക്ഷമിക്കുക എന്നത് കഠിനമാണ്. যদি কেউ আমি দুঃখিত এই কথাটা না বলে, তাদেরকে ক্ষমা করা তো আরোই কঠিন. എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവരോട് ക്ഷമിക്കുന്നത് കഠിനമല്ല. আর যদি কেউ এসে বলে যে আমি ভুল করেছি, আপনি আমাকে ক্ষমা করুন, പക്ഷെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി কিন্তু ഭാവിക്കാതിരിക്കും, তারা যদি এমন দেখায় যে তারা কোনো ক্ষতিই করেনি, അവരോട് ക്ഷമിക്കുക എന്നത് കഠിനമാണ്. তাহলে সত্যিই তাকে ক্ষমা করা কঠিন. എന്നോട് യോജിക്കുന്നവർ ആമേൻ പറയൂ. যদি রাজি আপনি বলুন আমেন. ശരി, ഒടുവിൽ എനിക്ക് അതിന് സാധിച്ച ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, অবশেষে একটা উপায়ের মাধ্যমে আমি এটা সম্পন্ন করলাম. ഞാനത് ഓരോ പരിധികളായിട്ടാണ് ചെയ്തത്. പരിധികളായി আমি ধীরে ধীরে পদে পদে করলাম. ഞാൻ കുറേശ്ശെയായി ക്ഷമിച്ചു. വേണ്ടത്ര തോതിൽ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു. আমি একটুখানি ক্ষমা করলাম, যতটা করা দরকার করিনি. എന്റെ കോപം കാരണം അവർ വേദനിക്കുന്നില്ല എന്ന് অবশেষে আমি সম্পূর্ণরূপে এটা করলাম. മനസ്സിലായപ്പോഴാണ് যখন আমি উপলব্ধি করলাম, എനിക്ക് മുഴുവനായി ക്ഷമിക്കാൻ സാധിച്ചത്. അതെന്നെ আমি വേദനിപ്പിച്ചു. যখন রেগে যাই তার জন্য ওদের ক্ষতি হয় না, আমার ক্ষতি হয়. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, আমি চাই আজকে রাত্রে আপনি এটা জেনে যান,
നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പോ കോപമോ ക്ഷമിക്കാനാവായ്മയോ ഉണ്ടെങ്കിൽ যদি আপনার মধ্যে কোনো তিক্ততা আছে, রাগ আছে, কারো প্রতি অভিযোগ আছে, അത് ഹൃദയത്തിൽ തന്നെ കൊണ്ടു നടന്നാൽ നിങ്ങൾ এটা വേദനിക്കാനിടയാകും. কেবল আপনার ভিতরে ক্ষত সৃষ্টি করবে, অন্যের নয়। ഞാനിത് ഒരാൾ പറയുന്നത് একটা കേട്ടതാണ്. লোকের কাছে আমি এই কথা শুনেছিলাম। അദ്ദേഹം ഒരു നല്ല ചൈനീസ് ക്രിസ്ത്യാനിയായിരുന്നു. വാച്ച്മാൻ നീ എന്നായിരുന്നു പേര്. ওয়াচম্যান নি নামে একজন খুব ভালো চাইনিজ খ্রিস্টান। അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അദ്ദേഹം എഴുതിയ മഹത്തായ പുസ്തകങ്ങളാണ് ഞാൻ তিনি আর വായിച്ചത്. জীবিত নয়, কিন্তু তিনি অনেক ভালো ভালো বই লিখে গেছেন যা আমি পড়েছি। അതിൽ എഴുതിയിരുന്നു ക്ഷമിക്കാനാവായ്മയാണ് ക്രിസ്തീയ ജീവിതത്തിൽ খ্রিস্টানদের জীবনে আরো অনেক স্থান তারা গ্রহণ করেছেন സാത്താന് പ്രവേശനം നൽകുന്നത് എന്ന്. ক্ষমার ছাড়া আর অন্য কোনো বিষয় নয়। ദൈവം ഐകമത്യത്തെ അനുഗ്രഹിക്കും, ঈশ্বর আমাদের একতার মধ্যে আশীর্বাদ দেন, കയ്പിനെ അല്ല. তিক্ততাতে নয়। ഇന്ന് ലോകത്ത് പലരും കോപത്തിനിരയാവുന്നു. আজকে জগতের লোক আজকে ক্রুদ্ধ। നിങ്ങൾ എല്ലാവരും ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുമായിരിക്കും. আমরা জানি এই সভাতে আমরা আসি, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കും. আর আপনার দিকে যখন তাকাচ্ছি আপনাকে দেখতে কত মিষ্টি লাগছে, কত নিরপরাধ মনে হচ্ছে। ഈ സന്ദേശം ഇവർക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പോലും നിങ്ങളുടെ നിഷ്കളങ്കത കാരണം എനിക്ക് തോന്നിയേക്കാം. আর আমার মনে মনে আমি এটাও ভাবতে পারি এই প্রচারটাকে এই লোকেদের জন্য প্রযোজ্য। കാരണം ക്ഷമിക്കാനാവായ്മ കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. তাদের মধ্যে তো আমার দেখে মনে হচ্ছে না ক্ষমা না করার কোনো সমস্যা আদৌ তাদের আছে। എങ്കിലും ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് আর কয়েক মিনিট পরে আমি বলবো ആരോടെങ്കിലും ക്ഷമിക്കാനാവായ്മ മനസ്സിലുള്ളവർ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ যাদের মধ্যে ক্ষমাহীনতা, তিক্ততা হৃদয়ে রয়েছে 70% അല്ലെങ്കിൽ 80% ജനങ്ങൾ ഒരുപക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. তাহলে তাদের মধ্যে যারা ক্ষমা এমনি অবস্থা তাদের 70-80 জন সংখ্যায় দাঁড়াবেন, പ്രത്യേകിച്ച് നിങ്ങൾ സത്യസന്ധരാണ്. বিশেষ করে যদি আপনি এখানে এসেছেন। അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടത്ര ശക്തിയില്ലാത്തത് എന്ന് വ്യക്തമാണ്. আর খ্রিস্টের যে মণ্ডলী সারা বিশ্বে তারা একটা শক্তি প্রাপ্ত হতে চায়। ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തത് നിങ്ങളിൽ നിന്ന് അകലണം. লোকেরা আপনার প্রতি যে ক্ষতি করেছে তার উপরে যদি আপনি বিজয়ী না হন, ঈশ্বর আপনাকে ব্যবহার করতে পারবেন না। ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് എത്ര പേർ কতজন ആഗ്രഹിക്കുന്നു? চান ঈশ্বর আপনার জীবনে মহান কাজ করুন? হাত দেখি। ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ പൊക്കുക. ഓൾറൈറ്റ്. യേശു ക്ഷമിച്ചു എന്നത് നിങ്ങൾ ഓർമ്മിക്കണം. তাহলে আপনাকে স্মরণে রাখতে হবে যিশু ক্ষমা করেছেন। യേശു കുരിശിൽ മരിക്കുമ്പോൾ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക കൊണ്ട് ഇവരോട് তিনি ക്ഷമിക്കണം. যখন ক্রুশের উপরে ছিলেন তিনি বললেন পিতা ইহাদিগকে ক্ষমা করো কারণ ইহারা। സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ যখন স্টিফেনকে পাথর মারা হলো അയാൾ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തതിനാൽ ഇവരോട് তিনি ക്ഷമിക്കണം. বললেন পিতা ইহারা জানে না কি করিতেছে, তুমি এদের ক্ষমা করো। പൗലോസിനെ തടവിലാക്കി ആദ്യത്തെ ന്യായവിസ്താരത്തിൽ যখন পল জেলে ছিলেন তার বিচার চলছিল, ബൈബിൾ പറയുന്നു എല്ലാവരും അവനെ കൈവെടിഞ്ഞു, എല്ലാവരും അവനെ വിട്ടു. বাইবেল বলছে সকলে তাকে ছাড়িয়া দিল, সকলে তাকে ত্যাগ করলো। തന്റെ ജീവൻ ആർക്ക് വേണ്ടി അവൻ കൊടുത്തുവോ അവർ തന്നെ അവനെ যে লোকেদের ഉപേക്ഷിച്ചു. জন্য তিনি জীবনকে ব্যয় করেছিলেন তাদেরকে সাহায্য করেছিলেন। അവൻ ജയിലിലാണ്, കാരണം ജനങ്ങളെ സഹായിക്കാൻ তিনি ശ്രമിച്ചു. লোকেদেরকে সাহায্য করার জন্যই তো আজকে জেলের মধ্যে। ഇന്ന് അവൻ ഒരു സഹായം വേണ്ടി വന്നപ്പോൾ എല്ലാവരും അവനെ এখন তার കൈവിട്ടു. ওদেরকে প্রয়োজন আর সবাই তাকে ছেড়ে চলে গেছে। പക്ഷേ പൗലോസ് പറഞ്ഞു, ഞാൻ ആരോടും പകരം വീട്ടില്ല, അവരെ ദൈവ കയ്യിൽ ഏൽപ്പിക്കും. তিনি বলতে তাদের বিরুদ্ধে আমি এটা অভিযোগ করব না, আমি ঈশ্বরের হাতে তাদের সমর্পণ করি। അവൻ പറഞ്ഞു, എല്ലാവരും എന്നെ മറന്നു, പക്ഷേ ദൈവം എന്റെ കൂടെ তিনি ഉണ്ട്. বলছে সকলে আমাকে ত্যাগ করিয়াছে কিন্তু সদাপ্রভু আমার সহবর্তী। എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കും, പക്ഷേ ദൈവം നിങ്ങളോടൊത്തുണ്ടാവും. সবাই আপনাকে ছেড়ে চলে যাবে, ঈশ্বর আপনার সঙ্গে থাকবে। വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ বাইবেল বলে আমার পিতা এবং মাতা যদিও আমাকে ত্যাগ করে, ദൈവം എന്നെ സ്വന്തം പൈതലായി ഏറ്റുകൊള്ളുമെന്ന്. ঈশ্বর আমাকে তার সন্তান রূপে গ্রহণ করবেন। ഞാൻ ഈ വചനം കണ്ടപ്പോൾ അതെനിക്ക് വളരെ আমি ആശ്വാസദായകമായിരുന്നു. যখন শাস্ত্রের বাক্য দেখলাম আমি কত সান্ত্বনা পেলাম। ഒരുപക്ഷെ എന്റെ മാതാപിതാക്കൾ എനിക്ക് ദ്രോഹം ചെയ്താലും যদিও আমার মা বাবা আমাকে ব্যবহার করলেন, নির্যাতন করলেন, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ঈশ্বর বলেন ഏറ്റുകൊള്ളും. আমি তোমাকে গ্রহণ করব ഞാൻ നിന്നെ എന്റെ আর കുടുംബത്തിലാക്കും. আমি আমার পরিবারে তোমাকে ভুক্ত করব, നീ എന്റെ മകളാകും. তুমি আমার সন্তান হবে। ഇതാണ് സുവാർത്ത. আর এইটাই হচ্ছে শুভ সংবাদ। ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നവരിൽ എത്ര പേർ മറ്റുള്ളവർ കാരണം ജീവിതത്തിൽ അതിയായി വേദനിച്ചിട്ടുണ്ട്? কতজন জীবনে কারো না কারো দ্বারা খুব দুঃখ পেয়েছেন? হাত দেখি। കൈപൊക്കോ, ഞാൻ കാണട്ടെ. എത്ര പേരാണ് മാതാപിതാക്കൾ കാരണം വേദനിച്ചിട്ടുള്ളത്? কতজন মা বাবার কাছ থেকে খুব দুঃখ পেয়েছেন? മാതാപിതാക്കളെ വെറുക്കുന്നവർ എത്രയോ പേരുണ്ട് എന്നത് അതിശയകരമാണ്. কতজন না রয়েছে যারা নিজের মা বাবাকেই ঘৃণা করেন।
മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു വഴി വേദനിച്ചവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്ന് അറിയുന്നതാണ്. একটা কথা মনে রাখবেন যে কিভাবে আপনি ক্ষমা করতে পারেন, লোককে আঘাত করলে নিজে আঘাত প্রাপ্ত হন। എന്റെ അച്ഛൻ ചീത്തയാക്കുക മാത്രമല്ല വളരെ കയ്പും നിറഞ്ഞ വ്യക്തിയായിരുന്നു. আমার বাবা যে কেবল আমাকে নির্যাতন করতেন তা নয়, তার মনটা তিক্ততায় ভরা ছিল, കോപിഷ്ഠനായ ഒരു വ്യക്തി. খুব সবসময় রেগে থাকতেন। ആർക്കും അദ്ദേഹം മാപ്പ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. আমি কখনো দেখিনি যে তিনি কাউকে ক্ষমা করছেন। അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവം കേൾക്കണം. এখন দেখুন আপনার তার জীবনধারা। എന്റെ അമ്മയുടെ സഹോദരിയോട് അദ്ദേഹം ഒരിക്കൽ കോപിച്ചു. അവരുടെ മരണം വരെ അവരെ അദ്ദേഹം আর വെറുത്തു. তিনি তার আমার মায়ের বোনকে একবার বিয়ে করলেন এবং সারা জীবন তাকে ঘৃণা করলেন। ആരുടെ കൂടെ പ്രവർത്തിച്ചാലും അവരോട് അദ്ദേഹത്തിന് കോപം തോന്നിയാൽ അവർ അദ്ദേഹത്തോട് എന്തെങ്കിലും ചെയ്താൽ ജീവകാലം മുഴുവനും അദ്ദേഹം তার അവരെ সঙ্গে যখন വെറുത്തു. তিনি কাজ করতেন তার সঙ্গে মতের মিল হতো না, তিনি তাকে ঘৃণা করতেন সারা জীবনের মতো। അദ്ദേഹം എന്നെ ചെറുപ്പത്തിൽ വേദനിപ്പിച്ചു. আর যখন তার শিশুবেলায় তিনি নির্যাতিত হন, എന്നാൽ അദ്ദേഹത്തിന് ക്ഷമിക്കാനാവാത്തത് যেহেতু তিনি ক্ষমা করতে পারছেন না, അദ്ദേഹം സൗഖ്യം പ്രാപിച്ചില്ല. আর তাই তিনি সুস্থ হচ্ছিলেন না। അദ്ദേഹത്തിന് സൗഖ്യമാവാത്തത് കൊണ്ട് যেহেতু তিনি সুস্থ হচ্ছিলেন না, എന്നെയും അദ്ദേഹം তাই വേദനിപ്പിച്ചു. তিনি আমাকে আঘাত করতেন। ഞാൻ എന്റെ അച്ഛനെ എന്നേക്കുമായി വെറുക്കുമെന്ന് আর আশার পক্ষে আশা দিত শয়তান, സാത്താൻ പ്രത്യാശയോടെ আমি കാത്തിരുന്നു. আমার বাবাকে ঘৃণাই করে যাব, അപ്പോൾ ഞാനും സൗഖ്യം പ്രാപിക്കില്ലല്ലോ. আর আমিও কখনো সুস্থ হব না। എനിക്ക് ഒരിക്കലും আর আমি যদি സൗഖ്യമാവില്ല. এই কাজ করতাম, ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മാപ്പ് നൽകുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് আর তাহলে പറയാനാവില്ല. আজকে রাত্রে এখানে উপস্থিত হয়ে আপনাকে এই কথা বলতে পারতাম না যে ক্ষমা করা কত গুরুত্বপূর্ণ। കൊൽക്കത്തയിലെ ഈ സന്ദേശം എന്റെ ടിവി പ്രോഗ്രാമിന് വേണ്ടി പടം പിടിക്കുകയാണ്. আমি টিভির প্রোগ্রামের মধ্যে দিয়ে এই কলকাতার অনুষ্ঠানকে প্রচার করেছি। റഷ്യയിൽ ആരെങ്കിലും ക്ഷമിക്കുക എന്ന എന്റെ സന്ദേശം കേൾക്കുന്നത് ആലോചിച്ച് നോക്കൂ. ക്ഷമിക്കുക. আর চিন্তা করুন, রাশিয়াতে কেউ একজন বলছেন আমি তোমাকে ক্ষমা করলাম। അതുപോലെ തന്നെ ആഫ്രിക്കയിലോ കംബോഡിയയിലോ സിംഗപ്പൂരിലോ ചൈനയിലോ ക്ഷമിക്കുക എന്ന എന്റെ സന്ദേശം കേട്ടാലോ, চিন্তা করে দেখুন, সিঙ্গাপুর বা হাঙ্গেরি কোন দেশে সে আমাকে বলছে আমি তোমাকে ক্ষমা করলাম। യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ലോകമെങ്ങുമുള്ളവർ ക്ഷമിക്കുക എന്ന ഈ സന്ദേശം আর കേട്ടാലോ, সারা বিশ্বের লোক আমার কাছ থেকে শুনছে তুমি আমাকে ক্ষমা করো। ഞാൻ മാപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ, কিন্তু আমি যদি ক্ষমা না করতাম, മാപ്പ് കൊടുക്കാൻ ഞാൻ ജനങ്ങളോട് പറയുകയില്ലായിരുന്നു. তাহলে আমি লোকেদের কাছে এখানে উপস্থিত হয়ে বলতে পারতাম না যে তাদেরও ক্ষমা করা দরকার আছে। നമ്മുടെ സൗഖ്യം സാത്താൻ ഒട്ടും ഇഷ്ടമല്ല. শয়তান চায় যেন আপনি এই পথেই থাকুন। വികാരപരമായ നമ്മുടെ സൗഖ്യം അവന് ഇഷ്ടമല്ല. তিনি শয়তান চায় না যে আপনার আবেগ সুস্থ হোক, നിങ്ങൾ കോപത്തോടെയും കൈപ്പോടെയും ജീവിക്കണമെന്ന് সে চায় সারা জীবন আপনি അവൻ ആഗ്രഹിക്കുന്നു. এবং ভয়ে। കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് ക്രൂരമായി আর പെരുമാറും. তখন কি হয়, অবশেষে আপনি লোকেদের সঙ্গে খারাপ ব্যবহার করেন। എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്നു. আজকে আমি একটা নতুন তথ্য আপনাকে রাত্রে দিচ্ছি, അതിശക്തമായ ഈ സന്ദേശം শক্তিশালী তথ্য। സാത്താന്റെ ഗമനത്തെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമാണ്. তখন আপনি শয়তানের পথ এবং শয়তানকে রুদ্ধ করবেন। നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കും എന്ന ഒരു തീരുമാനം ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, আজকে আপনি এই সিদ্ধান্ত যে শুধু নেবেন যে আমি সবাইকে ক্ষমা করবো, শুধু তা নয়, ഒരു തീരുമാനം കൂടി നിങ്ങൾ എടുക്കും. আজকে রাত্রে আপনি এই সিদ্ধান্তও নেবেন, നിങ്ങളെ ആര് തന്നെ വേദനിപ്പിച്ചാലും സാരമില്ല, যদিও কখনো কেউ আমাকে, നിങ്ങൾ സ്വയം ഒരു സഹായം ചെയ്യാൻ പോകുന്നു. আপনি নিজের প্রতি একটা দয়ার কার্য করবেন, അവരോട് ഉടനെ നിങ്ങൾ আপনি ക്ഷമിക്കുന്നതായിരിക്കും. সঙ্গে সঙ্গে তাকে ক্ষমা করবেন। എത്ര വേഗത്തിൽ ക്ഷമിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് যত നന്മയുണ്ടാവും. তাড়াতাড়ি করবেন তত মঙ্গল আপনার জীবনে হবে, കാരണം വീണ്ടും നിങ്ങൾ വേദനിക്കപ്പെടും. কেননা আপনি আবার আঘাতপ্রাপ্ত, നിങ്ങൾക്ക് വീണ്ടും നിരാശയുണ്ടാവും. আবার আপনি নিরাশ হবেন। എപ്പോഴും ജനങ്ങൾ നിങ്ങളോട് നന്നായി പെരുമാറിക്കൊള്ളണമെന്നില്ല. সব সময় লোকেরা আপনার প্রতি ভালো ব্যবহার করবে, അവരോട് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതികരണം ക്ഷമിക്കുക, അവർക്കായി আর പ്രാർത്ഥിക്കുക সবচেয়ে എന്നതാണ്. ভালো যে কাজটা আপনি করতে পারেন তাদের ক্ষমা করুন, তাদের জন্য। അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാവും, ദൈവം നിങ്ങളെ আর അനുഗ്രഹിക്കും. তখন আপনি মুক্তি পাবেন, ঈশ্বর আপনার জীবনকে আশীর্বাদ করবে। നിങ്ങൾ സ്വതന്ത്രരാവും, ദൈവം നിങ്ങളുടെ ജീവിതത്തെ যখন അനുഗ്രഹിക്കും. আপনি মুক্ত হবেন, ঈশ্বর আপনাকে আশীর্বাদ করবেন। നിങ്ങളോട് തന്നെ ഒരു സഹായം ചെയ്യാൻ ക്ഷമിക്കുക. আপনি নিজের প্রতি দয়ার কার্য করুন এবং অন্যকে ক্ষমা করুন। ഒടുവിൽ ഞാൻ കരുതി, ഞാൻ കോപിച്ചിരിക്കുന്ന വ്യക്തി ജീവിതം സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ কেন আমি লোককে ক্ষমা না করার জন্য আমার ঘরের মধ্যে বিভ্রান্তিতে জীবন যাপন করব? ഞാൻ മാത്രം ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? আমি যার প্রতি রেগে আছি সে তো জানেই না আমি রেগেছি, আমার জীবনে কষ্ট, আর সে বেশ ভালোই আছে। അതൊരിക്കലും സാമർഥ്യമല്ല. না না, এটা তো খুব বুদ্ধিমানের কাজ নয়। അതുകൊണ്ട് എന്റെ ജീവിതം കയ്പും വിദ്വേഷവും ക്ഷമിക്കാനാവാമയും കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ഞാൻ আর തീരുമാനിച്ചു. তাই আমি সিদ্ধান্ত নিলাম তিক্ততা, বাধা, বিঘ্ন এবং ক্রোধের মধ্যে দিয়ে আমার জীবনকে নষ্ট করব না। ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ കയ്പുള്ളവരായി മാറുന്നു. আপনাকে যখন কেউ আঘাত করে তখন হয় আপনি তিক্ত হবেন অথবা মধুর হবেন, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. এটা আপনার উপর নির্ভর করছে। യോസേഫിനോട് സഹോദരന്മാർ മോശമായി പെരുമാറി. আর তার ভাইদের দ্বারা জোসেফ খুবই খারাপ ব্যবহার।
എന്നാലും കഥയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയും അവൻ വരൾച്ചയുടെ കാലത്ത് അവർക്ക് ആഹാരം നൽകി അവരെ তবু പരിപാലിക്കുകയും কিনা দুর্ভিক্ষের সময় তিনি তার ভাইদেরকে তার গৃহে নিয়ে এলেন এবং তাদেরকে খাদ্য পরিবেশন করলেন। ബൈബിളിൽ യോസെഫിന്റെ കഥ വായിച്ചു നോക്കിയാൽ আপনি അറിയാം যদি বাইবেলে জোসেফকে দেখেন, അവൻ കുടുംബത്തിലെ ഓമനയായിരുന്നതുകൊണ്ട് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി আর তার ভাইয়েরা তাকে হিংসা করত, কারণ তার মা বাবার খুব আদরের সন্তান তিনি ছিলেন। അവരുടെ അപ്പൻ വൃദ്ധനായിരുന്നു അയാൾ യോസെഫിനെ സ്നേഹിച്ചു তার বাবা খুব বৃদ্ধ লোক ছিলেন এবং জোসেফকে একটু তিনি বেশি ভালোবাসতেন। നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുടുംബത്തിലെ അവസാനത്തെ കുഞ്ഞിന് കൂടുതൽ പരിചരണം ലഭിക്കും അല്ലേ আপনি জানেন, এটা আপনি পছন্দ করুন না করুন, ছোট ছেলেরা বাড়িতে একটু বেশি അവർ യോസെഫിനെ വളരെയധികം তারা വെറുത്തു. জোসেফকে এত ঘৃণা করলো അവനെ അടിമയായി വിൽക്കുകയുണ്ടായി আর তারা তাকে কৃতদাস রূপে বিক্রি করে দিল। യോസെഫിനെ ഒരു വന്യമൃഗം കൊന്നു എന്ന് അപ്പനോട് പറഞ്ഞു আর তার বাবাকে বলে দিল যে হিংস্র প্রাণী তাকে হত্যা করেছে। യോസെഫ് മോശമായ ഓരോ സാഹചര്യങ്ങളെ നേരിട്ടു জোসেফ একটা খারাপ পরিস্থিতি থেকে আরেকটা খারাপ পরিস্থিতিতে, ചെയ്യാത്ത കുറ്റത്തിന് 13 വർഷം തടവറയിൽ കഴിയേണ്ടി വന്നു এমন একটা কাজের জন্য তাকে 13 বছর জেল খাটতে হলো যে অন্যায়টা তিনি আদৌ করেননি। പക്ഷേ യോസെഫ് എപ്പോഴും നല്ല മനോഭാവം പുലർത്തിയതുകൊണ്ട് কিন্তু সর্বদা জোসেফের মধ্যে একটা ভালো মনোভাব ছিল, സാത്താൻ അവനെ കുഴിയിൽ തന്നെ കിടത്താനായി তাই শয়তান তাকে পায়ের নিচে রাখতে পারেনি, പകരം ദൈവം അവനെ আর കൊട്ടാരത്തിലാക്കി তাই ঈশ্বর তাকে একদম প্রাসাদে নিয়ে গেলেন। നിങ്ങൾക്കും കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്താൻ আপনি കഴിയും গর্ত থেকে একেবারে প্রাসাদে যেতে পারেন। നിങ്ങൾ കുഴിയിൽ കിടന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുമെന്നൊരു തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു এখনো যদি আপনি গর্তের মধ্যে আছেন, ঈশ্বর চান আপনি সিদ্ধান্ত নিন প্রাসাদে যাওয়ার। ഇയ്യോബിന് മോശമായ കാര്യങ്ങൾ സംഭവിച്ചു ইয়োবের জীবনে খুব দুর্ঘটনা ঘটেছিল, എന്നിട്ടും ഇയ്യോബ് 42ന്റെ അവസാനത്തിൽ আর 42 অধ্যায় ইয়োবে আমরা দেখতে পাই ഇയ്യോബ് തനിക്കുണ്ടായിരുന്ന ദുഷ്ടന്മാരായ ইয়োব যখন তার বন্ধুদের জন্য প্রার্থনা করলো, സുഹൃത്തുക്കൾക്കായി പ്രാർത്ഥിച്ചു എന്ന് এই പറയുന്നു বন্ধুগুলো যার প্রতি ভালো ব্যবহার করেনি, അവർ അയാളെ വേദനിപ്പിച്ചു ചെയ്യാത്ത കുറ്റങ്ങൾ അയാളുടെ മേൽ যে ചുമത്തി অন্যায় সে করেনি তার জন্য তার বন্ধুরা তাকে দোষারোপ করত, അയാളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവർ അയാൾക്ക് എതിരായി তারা তাকে সান্ত্বনা না দিয়ে তার বিরুদ্ধে কথা বলতে লাগলো। ഇത് കേൾക്കൂ কিন্তু শুনুন, ബൈബിൾ പറയുന്നു ഇയ്യോബ് സുഹൃത്തുക്കൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ কিন্তু বাইবেল বলে ইয়োব যখন আপন বন্ধুদের নিমিত্তে প্রার্থনা, ദൈവം അയാൾക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു നൽകി എന്ന് ঈশ্বর তার যা কিছু হারিয়েছিল তা দ্বিগুণ পরিমাণে ফিরিয়ে দিলেন। നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം ഇരട്ടി പ്രതിഫലം നൽകും আপনার সংকটে ঈশ্বর আপনাকে দ্বিগুণ পরিমাণে সাহায্য করতে, ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും എന്നാണ് ഞാൻ আপনার പറഞ്ഞത് সংকটে ঈশ্বর আপনাকে দ্বিগুণ দিতে চান। ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ ദൈവം നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം সবাই നൽകും শুনুন, ঈশ্বর আপনার সংকটে আপনাকে দ্বিগুণ আশীর্বাদ করবেন। എല്ലാവർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു সবারই সংকট আছে, എന്നാൽ ചിലർക്ക് പലതും നഷ്ടപ്പെടും പലതും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും কিন্তু কিছু লোকেরা কেবল জীবনে হারিয়েই চলেছে। പക്ഷേ ബൈബിൾ പറയുന്നു കള്ളൻ നിങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്നത് বাইবেল বলে চোর যা চুরি করে 7 മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു সে കിട്ടും যেন 7 গুণ তা ফিরিয়ে দেয়। സാത്താൻ നിങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്നത് যখন শয়তান আপনার জীবন থেকে কোনো কিছু চুরি করে, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ദൈവം ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി আপনি জীবনে তা ফিরে পেতে পারেন, কিন্তু যদি আপনি ঈশ্বরের নিয়ম মেনে চলেন। ഉൽപ്പത്തി മുതൽ വെളിപ്പാട് আদি വരെ পুস্তক থেকে প্রকাশিত বাক্য, നമ്മൾ ക്ഷമിക്കണം എന്നതിന് തെളിവുകൾ ഉണ്ട് আমাদের সাক্ষ্য রয়েছে যে আমরা যেন অবশ্যই ক্ষমা করি। മാപ്പ് കൊടുക്കുക എന്നത് വരുമ്പോൾ നമ്മുടെ വികാരങ്ങൾക്ക് അത് പ്രശ്നമാകും ক্ষমার প্রশ্ন যখন আসে, চুরিটা একটা বড় সংকট। ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്നു লোকেদেরকে ক্ষমা করা আমাদের জন্য খুব কঠিন কাজ, കാരണം നമ്മൾ വേദനിപ്പിക്കപ്പെട്ടിരിക്കുന്നു কেননা আমরা মনে বড় দুঃখ পেয়ে থাকি। അത് കഠിനമായി നമുക്ക് തോന്നും আমাদের মনে হয় এটা বড় কঠিন কাজ, അത് ചെയ്യാനാവില്ലെന്ന് നമ്മൾ കരുതും আমাদের মনে হয় না না এটা আমি করতে পারবোই না। പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം কিন্তু আমি আপনাকে പഠിപ്പിക്കുകയാണ്. একটা গুরুত্বপূর্ণ শিক্ষা দিই, തെറ്റാണെന്ന ഒരു തോന്നൽ ഉണ്ടാവുമ്പോഴും ശരിയായത് ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കേണ്ടതാണ് যখন আপনার মনে হচ্ছে এটা ভুল, তবু যদি আপনি ঠিক কাজটা করেন, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാകും വൻ വിജയമുണ്ടാകും তখন আপনি জীবনে এক মহান কার্য সাধন করবেন এবং বিজয়ী হবেন। വികാരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റു പലതുമുണ്ട് আপনার অনুভূতির চেয়ে এখানে আরো একটা বড় কার্য রয়েছে। നിങ്ങളുടെ ദേഹം മുഴുവനും വികാരങ്ങളാണ് আপনি একেবারে অনুভূতিতে ভরা একটা বড় কার্যাল দেহ নন, എന്നാൽ സ്വതന്ത്രമായ തീരുമാനം কিন্তু നിങ്ങൾ আপনার একটা স্বাধীন ইচ্ছা আছে। ദൈവകൃപയാൽ നിറഞ്ഞ തീരുമാനമാണ് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു আমি মনে করি এমন এক ইচ্ছা যেটা ঈশ্বরের অনুগ্রহে পরিপূর্ণ।
നിങ്ങളുടെ തീരുമാനങ്ങളെ ദൈവത്തിന്റെ നേരെ আপনি തിരിക്കുക. যদি আপনার ইচ্ছাকে ঈশ্বরের নির্দেশে চালনা എന്നിട്ട് പറയൂ, ദൈവമേ, മാപ്പ് നൽകാൻ അങ്ങ് പറഞ്ഞതിനാൽ ഞാൻ മാപ്പ് আপনি যদি നൽകുന്നു. বলেন হ্যাঁ ঈশ্বর তুমি আমাকে বলেছো ক্ষমা করতে তাই আমি ক্ষমা করব, എനിക്ക് എന്ത് തോന്നിയാലും ഞാൻ മാപ്പ് കൊടുക്കും. আমার অনুভূতি যাই হোক আমি എന്റെ ശത്രുക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. আমার শত্রুর জন্য আমি প্রার্থনা করব, ശരിയായ തോന്നലുകൾ ശരിയായ പ്രവർത്തനത്തിന് വഴി തെളിക്കും. সঠিক অনুভূতি আপনাকে সব সময় সঠিক কার্য করতে সাহায্য করে। ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ശരിയായ തോന്നലുകൾ ശരിയായ പ്രവർത്തനത്തിന് വഴി തെളിക്കും. মনে রাখবেন সঠিক অনুভূতি আপনার জীবনে সঠিক কার্য সম্পাদন করে। പക്ഷേ പലരും പ്രവർത്തനത്തിന് മുൻപ് ശരിയായ തോന്നലുകൾക്കായി കാത്തിരിക്കുന്നില്ല. তারা অপেক্ষা করে কবে সঠিক অনুভূতি করবে তবে গিয়ে তারা সঠিক কাজ করবে। നിങ്ങൾ തോന്നലുകളെ നിയന്ത്രിക്കാൻ আর അനുവദിക്കും. তখন আপনি অনুভূতির দ্বারা পরিচালিত হন। നിങ്ങൾ ക്ഷമിക്കുമെന്ന് যদি തിരഞ്ഞെടുത്താൽ, আপনি ক্ষমা করার সিদ্ধান্ত নেন, ശത്രുക്കൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കും. আপনার শত্রুর জন্য প্রার্থনা করেন, നിങ്ങൾ ചെയ്യേണ്ട വേറെയും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. আরো কিছু বিষয় আমি আপনাকে বলবো যা আপনার করা দরকার। നിങ്ങളുടെ തോന്നലുകൾ പ്രവൃത്തികളെ സാരമായി ബാധിക്കുന്നതാണ്. তখন কি হবে, আপনার অনুভূতি আপনার সিদ্ধান্তকে অনুসরণ করবে। അതിനല്പം സമയമെടുത്തേക്കും, একটু সময় লাগতে পারে പക്ഷേ അത് സംഭവിക്കും. কিন্তু এটা ঘটবে। നിങ്ങൾ മാപ്പ് നൽകാൻ যদি আপনি ആഗ്രഹിച്ചാൽ, সত্যিই ক্ষমা করতে চান ജനങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും അവസാനിപ്പിക്കണം. তখন আপনাকে অন্যেরা আপনার প্রতি কি ক্ষতি করেছে এবং তাদের প্রতি আপনার কি ব্যবহার, আপনাকে এটা বন্ধ করতে হবে চিন্তা করা। എന്റെ അച്ഛൻ എന്നോട് ചെയ്തത് ഞാൻ പറയാൻ കാരണം ജനങ്ങളെ സഹായിക്കാനാണ്. আমি অবশ্যই কথা বলে থাকি আমার বাবা আমার জীবনে কত কষ্ট করেছে, কিন্তু সেটা আপনাদের সাহায্য করার জন্য। ഞാനത് പറയുന്നത് എനിക്കത് മറക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഇന്ന് അതെനിക്കൊരു പ്രശ്നമല്ല. আর আমি এই জন্য এটা বলি না যে এটা আমার খুব কষ্ট নিয়ে আসে, এটা আর আমাকে কষ্ট দেয় না। അതെന്താണ് എന്നെ ശല്യപ്പെടുത്താത്തതെന്ന് আপনি അറിയാമോ? জানেন কেন এটা চিন্তা করলে আমি কষ্ট পাই না? കാരണം അത് ചെയ്ത വ്യക്തി യേശുവിൽ മരിച്ചു, യേശുവിൽ ഉയർത്തെഴുന്നേൽക്കും എന്നതുകൊണ്ടാണ്. কেননা যে ব্যক্তি আমার প্রতি এমনি কাজ করেছেন তিনি খ্রিস্টতে মৃত এবং খ্রিস্টতে জীবিত। യേശു ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. খ্রিস্টতে পুনঃসৃষ্টি হয়েছে। എനിക്കൊരു പുതിയ ജീവിതവും പുതിയ തുടക്കവുമുണ്ട്. আমি একটা নতুন জীবন পেয়েছি, নতুন প্রারম্ভ করেছি। പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു, পুরাতন বিষয় সকল অতীত হইয়াছে എല്ലാം ഇപ്പോൾ പുതിയതായിരിക്കുന്നു. এবং সমস্ত কিছু নতুন হয়েছে അതിൽ ഞാനും এবং ഉൾപ്പെടുന്നു, তার মধ্যে আমিও আছি, നിങ്ങളും അതിൽ সেটার ഉൾപ്പെടുന്നു. মধ্যে আপনিও আছেন। മാപ്പ് കൊടുക്കൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നടന്നുകൊണ്ടേയിരിക്കും. আমাদের সারা জীবন ধরে এই ক্ষমার কাজ করে যেতে হবে। നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തിൽ നിന്ന് മാപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. আমাদের প্রতিনিয়ত ঈশ্বরের কাছে ক্ষমার প্রয়োজন, അത് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ ഉപയുക്തമായിരിക്കും. যেন আমরা অন্য লোকের প্রতি সেই ক্ষমা প্রদর্শন করতে পারি। എപ്പോഴാണ് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുക, എപ്പോഴാണ് നിങ്ങളെ മുറിപ്പെടുത്തുക എന്ന് നമുക്ക് പറയാനാവില്ല. আপনি এখনো জানেন না কখন কে লোক কি কথা বলে আপনার জীবনে দুঃখ নিয়ে আসবে। ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു പരിതസ്ഥിതിയും ഉണ്ടായേക്കാം. আপনি জানেন না কখন কোন পরিস্থিতির লোকেরা আপনাকে ছেড়ে চলে যাবে। നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് അവർ ഇന്ന് നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. চিন্তা করে দেখুন, সারা জীবন আপনি যাদের সঙ্গ দিলেন তাদের আপনার প্রয়োজনে তারা আপনাকে ছেড়েই চলে গেল। ഞാനിത് നെഗറ്റീവായി പറയുകയാണ് എന്ന് കരുതരുത്. আমি যখন এটা বলছি আমি ঋণাত্মক হিসেবে বলছি। സാത്താൻ എങ്ങനെയുള്ളവനാണെന്നും ജീവിതം എന്താണെന്നും আমি എനിക്കറിയാം. শয়তানকেও চিনি, আমি জীবন কেমন তাও জানি। മാപ്പ് കൊടുക്കാനുള്ള പരീക്ഷയിൽ അകപ്പെടാനുള്ള ഒരു സമയമുണ്ടാവും. আপনি দেখবেন একটা সময় আসবে যখন ক্ষমা করার পরীক্ষা আপনাকে দিতে হবে। അതിനെ നിങ്ങൾ മറികടക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അത് যদি ആവശ്യമാണ്. আপনি চান ঈশ্বর আপনার জীবনে মহান কাজ করুন তাহলে আপনাকে পাস হতে হবে ক্ষমার পরীক্ষা। ഗുരു, ഞാൻ എത്ര പ്രാവശ്യം എന്റെ സഹോദരന്മാരോട് ക്ഷമിക്കണം? ও প্রভু, কতবার আমার ভাইকে আমি ক্ষমা করব? പത്രോസ് പറഞ്ഞു, 7 പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ আমি কি ഒരുക്കമാണ്. 7 বার করতে প্রস্তুত প্রভু? യേശു പറഞ്ഞു 7 70 വട്ടം. যিশু বললেন 70 গুণ 7 বার। 7 ബൈബിളിൽ പൂർണ്ണതയുടെ അക്കമാണ്. বাইবেলে 7 হচ্ছে একটা সিদ্ধ সংখ্যা। പത്രോസ് ചോദിച്ചു, 7 പ്രാവശ്യം പോരെ? তাই পিতর বলছেন 7 বারই কি যথেষ্ট? അപ്പോൾ കർത്താവ് പറഞ്ഞു 7 70 വട്ടം. എത്ര വട്ടം നിങ്ങൾക്ക് ക്ഷമിക്കാമോ അത്രയും വട്ടം ക്ഷമിക്കണം എന്നാണ് അതിന്റെ আর അർത്ഥം. যিশু যখন বলেন 70 গুণ 7 বার, তার মানে হচ্ছে যতবার প্রয়োজন ততবার ক্ষমা করতে হবে। നിങ്ങളോട് ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന സഹായമായിരിക്കും. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ നിങ്ങൾക്കായി ഉപകാരം ചെയ്യുകയായിരിക്കും. ഇത് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org
നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.